റഷ്യ യുക്രൈൻ സംഘർഷം അതിഗുരുതരമായ തലത്തിലേക്ക് കടക്കുന്നു. റഷ്യ യുക്രൈൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തകർത്തു. ഏറെ ആശങ്ക ഉയർത്തുന്ന വാർത്തയാണിത്. യൂറോപ്പിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവർ പ്ലാന്റാണ് റഷ്യ ഞായറാഴ്ച നശിപ്പിച്ചത്. സാപറിഷി ന്യൂക്ലിയർ പവർ പ്ലാന്റാണ് റഷ്യ തകർത്തത്. ഇക്കാര്യം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അപകടകരമായ രീതിയിൽ തുടരുകയാണ്. മാത്രമല്ല, കഴിഞ്ഞയാഴ്ച റഷ്യയുടെ പ്രദേശം യുക്രൈൻ ആക്രമിച്ച് പിടിച്ചെടുത്തിരുന്നു. 3 വർഷമായി തുടരുന്ന സംഘർഷത്തിൽ ആദ്യമായാണ് യുക്രൈൻ റഷ്യയുടെ പ്രദേശം പിടിച്ചെടുത്തത്. യുക്രൈൻ പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമായി നീങ്ങുന്ന റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയാണിത്. പിന്നാലെയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് തകർത്തതെന്ന വിവരം എത്തുന്നത്. നിലവിലെ സാഹചര്യം ലോകരാഷ്ട്രങ്ങൾ ഏറെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. യുക്രൈനിൽ നിന്ന് റഷ്യ 2022 പിടിച്ചെടുത്ത പ്രദേശത്താണ് തകർത്ത ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. സംഭവത്തെ തുടർന്ന് യുക്രൈൻ രാജ്യത്തെ 6 ന്യൂക്ലിയർ റിയാക്ടറുകളും തണുപ്പിച്ച് അടച്ചിട്ടു. എന്നാൽ ന്യൂക്ലിയർ പ്രസരണ അപകട സാധ്യത കൂടി തന്നെ നിൽക്കുകയാണ്. നിലവിൽ റേഡിയേഷൻ ലെവൽ നോർമലാണെന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ സെലൻസ്കി അറിയിച്ചു. റഷ്യൻ തീവ്രവാദികൾ ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ നിയന്ത്രണം നിലനിർത്തുന്നിടത്തോളം സ്ഥിതിഗതികൾ സാധാരണ നിലയിൽ പോവില്ലെന്നും സെലൻസ്കി കുറിച്ചു. ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പിടിച്ചെടുത്ത ആദ്യ ദിനം മുതൽ റഷ്യ യുക്രൈനെയും യൂറോപ്പിനെയും ലോകത്തെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ആയുധമായി ഉപയോഗിക്കുകയാണെന്നും സെലൻസ്കി ആരോപിച്ചു. പ്ലാന്റിൻ്റെ സുരക്ഷയെക്കുറിച്ച് വ്യാപകമായ ആശങ്കയാണ് ഉയരുന്നത്. നിപ്രോ നദിയുടെ തെക്കൻ പ്രദേശത്താണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. സാബറിഷിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. സാബറിഷി ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ മറിയാനോ ഗ്രോസി ഏപ്രിലിൽ പറഞ്ഞിരുന്നു. കട്ടിയുള്ള പുക പ്ലാന്റിൽ നിന്ന് ഉയരുന്നതായി ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഞായറാഴ്ച എക്സിൽ കുറിച്ചു. പ്ലാന്റിൻ്റെ കൂളിംഗ് ടവറുകളിലൊന്നിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി വിവരം ലഭിച്ചെന്നാണ് IAEA കുറിച്ചത്. റഷ്യ പ്ലാന്റിൻ്റെ നിയന്ത്രണം വിട്ടുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ മാസത്തിൽ UN പ്രമേയം അവതരിപ്പിച്ചിരുന്നു.